നമ്മുടെ ഉത്രാടപ്പാച്ചിലിന്റെ ഈ കേരളത്തിലെ സാഹചര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനാണ്. ആജ്ഞ, ആദ്യമായി തന്നെ ഗുഡ് മോർണിംഗ്. ഓണത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഓണമൊക്കെ വീട്ടിലും എല്ലാം ആഘോഷമായി നടക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഉത്രാടമാണ്, നാടകം ഉത്രാടപ്പാച്ചിലാണ്, വലിയ തിരക്കാണ് എല്ലായിടത്തും. എന്തൊക്കെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓണത്തിന്റെ വിശേഷങ്ങൾ ആജ്ഞ? എന്തായാലും ഓണം ഇങ്ങെത്തി, ഉത്രാടമായി. ഇന്ന് മുഴുവൻ നാളത്തേക്കുള്ള അല്ലെങ്കിൽ ഈ ഒരു കാലം മുഴുവൻ ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അത് ഇന്നോടുകൂടി, ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവസാനിക്കുകയാണ്. ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അവസാനവട്ട സ്വരുക്കൂട്ടിലാണ്. ഓണക്കൊടി വാങ്ങാനുള്ളവർ വാങ്ങാൻ നിൽക്കുന്നു. അതല്ലെങ്കിൽ പൂക്കൾ വാങ്ങണം, അതല്ലെങ്കിൽ നാളത്തേക്കുള്ള സദ്യ ഒരുക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി വേണ്ടിയുള്ള സാധന സാമഗ്രികൾ വാങ്ങണം. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ബ്രോഡ്വേയിലെ പഴം പച്ചക്കറി മാർക്കറ്റിലാണ് നിലവിൽ. രാവിലെ തന്നെ ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. ചേച്ചി, ഓണം ഞാൻ മറ്റു പ്രതികരണങ്ങളിലേക്ക് പോകാം. എന്തായാലും നിലവിൽ രാവിലെ എത്തിയിട്ടുള്ള എന്താ ഈ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം കുറവാണ്. മഴ കൊണ്ടല്ലേ ഇപ്പോൾ? മഴ കൊണ്ട് കാരണം കച്ചവടം കുറവാണ്. മഴ കാരണമാണോ കച്ചവടം കുറഞ്ഞത്? അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് കാണില്ലേ ആൾക്കൂട്ടൊക്കെ? കാണില്ലേ ഉച്ചയാകുമ്പോഴത്തേക്ക് കാണില്ലേ ആൾക്കൂട്ടൊക്കെ? ആളുണ്ട്, ഇപ്പം നോക്കാം. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം? അതിരിക്കട്ടെ, പച്ചക്കറിക്ക് വില എങ്ങനെയുണ്ട്? വില കൂടി. സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് പോകുന്ന കുറവാണോ? സാധനങ്ങൾ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കുറവാണോ? എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്ത് വരുന്ന വിഷയം അതായിരുന്നു. പ്രധാനമായും ഓണത്തിന് പച്ചക്കറിക്കുള്ള വില ഭയങ്കരമായി കൂടിയിരുന്നു ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ. എന്തായാലും മാഡം, എന്തായി അവസാനമായിട്ട് ഒരുക്കമാണോ? അതെ, രാവിലെ എത്തിയില്ലേ? അടുത്താണോ താമസിക്കുന്നത്? ഇല്ല, ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. അപ്പം രാവിലെ ഒരു വിരുന്നുകാരൊക്കെ ഉണ്ടായിരിക്കും, എല്ലാവർക്കും സദ്യ ഒരുക്കാനാണ് ഇവിടെ ഒന്ന് വാങ്ങിച്ചാലേ ശരിയാകുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? ഞങ്ങൾ തിരുവോണത്തിനേക്കുള്ള, നാളെയാണല്ലോ തിരുവോണം, അതിൻ്റെ സദ്യ ഒരുക്കാനുള്ള സാധനങ്ങൾ പൂക്കൾ പോണ വഴിക്ക് പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓണക്കൊടിയൊക്കെ എടുത്തു. ഞങ്ങൾ ഇവിടെ ഒന്ന് മേടിക്കുള്ളൂ. ഫോട്ടോച്ചിൽ നിന്ന് അവിടെ ആ ഏരിയ ഒക്കെ ഭയങ്കര പൈസയാണ്. കാരണം മാർക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ വളരെ ഇതായിട്ട് കിട്ടും ഞങ്ങൾക്ക്. അതെ 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 അതെ, ഞങ്ങൾക്ക് സപ്ലൈ ഉണ്ട്, ഇതുണ്ട് മറ്റേ ഓണ സദ്യ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ഒരുമിച്ചെടുക്കുമ്പോൾ ഒത്തിരി ഇടയ്ക്ക് ഇങ്ങനെ വന്നു, ഇടയ്ക്ക് കിട്ടാറുണ്ട്. ഓണത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കിട്ടാറുണ്ട്. ഹാപ്പി ഓണം. അവസാനമായിട്ട് സദ്യ ഒരുക്കലിനുള്ള തിരക്കിലാണ് ആളുകൾ. അതുപോലെ തന്നെ കാറ്ററിംഗ് സർവീസുകാർ നാളത്തേക്ക് കൊച്ചിയിൽ കൂടുതലും ആളുകൾ ഓണം വീട്ടിലൊരുങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഓണത്തിന് എന്താ പറയുക സദ്യ ഓർഡർ ചെയ്യുകയാണ് കൂടുതലും ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരുക്കുന്ന ആളുകൾക്കും കുറച്ചുകൂടി തിരക്ക് കൂടും, കുറച്ചുകൂടി സാമ്പത്തിക ബാധ്യത കൂടും. പച്ചക്കറിയുടെ വില അത്രയധികം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് തന്നെ പോകാം. ചേട്ടാ, എങ്ങനെയുണ്ട്? മഴയൊക്കെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനും പപ്പടം ഉണ്ടോ? ഒത്തിരി വാങ്ങിയോ ആൾക്കാർ? മേടിക്കുന്നു. ഇന്നും കുറച്ച് കച്ചവടം പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും അല്ലേ? പപ്പടം മാത്രമേ ഉള്ളൂ? പപ്പടം മാത്രമേ ഉള്ളൂ. സ്ഥിരമായിട്ടുണ്ട്? 30 ദിവസമായി ഞാനെല്ലാം അവിടെ ഇപ്പം മാർക്കറ്റിൽ പണ്ടപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. എവിടെയാണ് വരുന്നത് ചേട്ടൻ്റെ വീട്? ഇവിടെ എടപ്പള്ളിയാണ്. എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും? ഞായറാഴ്ചയല്ലോ ബാക്കിയല്ലേ. ഓണക്കച്ചവടം എങ്ങനെയുണ്ട്? ഓണക്കച്ചവടത്തിൽ കണ്ട് ആയില്ല, മഴ ആയതുകൊണ്ട് ലേശം ഇതായി ബെൻഡിങ്ങാണ്. ഇന്ന് കുറച്ചുകൂടെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. ദിവസം എന്തായാലും ഓണക്കച്ചവടം കുറച്ച് ഡള്ളായ ഇത് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് മഴ, കാലാവസ്ഥ ഭയങ്കരമായി മാറിയൊരു അവസ്ഥയുണ്ട് നിലവിൽ. നമ്മൾ എറണാകുളം പച്ചക്കറി മാർക്കറ്റിനകത്ത് കൂടി നമുക്കൊന്ന് നോക്കാം. ആളുകൾ ഈ പുറത്ത് ഇപ്പം മഴയുടെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും കുറച്ച് ആളുകൾ അതിനുള്ളിലേക്ക് ഈ മഴ കൊള്ളാതെ കയറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഓണം അടിപൊളി, നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. വാഴക്കൊക്കെ ഉണ്ട്, വാഴക്കൊക്കെ നല്ല തീ പിടിച്ച വിലയാണ്, എന്നാലും ആൾക്കാർ മേടിക്കുന്നുണ്ട്. ഞാലിപ്പൂവൻ 100 രൂപ ചില്ലറ, മറ്റേ 90, ഹോൾസെയിൽ 90, ഏത്തക്ക 65, 70 ചില്ലറ വിൽക്കുന്നുണ്ട്. ഒരു കിലോ വില കൂടുതലാണ്. വില സാധനം കുറവ്, നല്ല സാധനമാണ് വന്നേക്കണേക്ക്. ഓണം പ്രമാണിച്ച് അടിപൊളി പരിപാടിയാണ്.
കുഴപ്പമൊന്നുമില്ല. കാലാവസ്ഥ നല്ലതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ശരി. എന്തായാലും ഓണത്തിന് ഉപ്പേരിയില്ലാതെ എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു വലിയ കുറവാണല്ലോ. അപ്പം ആളുകൾ വാങ്ങാതിരിക്കാനും പറ്റില്ല. 70 രൂപ 1 കിലോ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം അത് വലിയ വില തന്നെയാണ്. എല്ലാ ഓണക്കാലത്തെ സംബന്ധിച്ചിട്ട് ഇത് വലിയ വില തന്നെയാണ്. നമ്മൾ എങ്ങനെയുണ്ട് ഓണക്കച്ചവടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല നന്നായിട്ടുണ്ട്. നല്ല അങ്ങനെ വില കൂട്ടിയിട്ടില്ല, ഒരുമാതിരി നല്ല ഇതാണ്. വില കൂടുതലാണെന്നാണല്ലോ വാങ്ങിയവരൊക്കെ പറയുന്നത്. പക്ഷേ അത് വെച്ചാൽ പല നിസ്സാര സാധനത്തിനാണ് വില കൂട്ടിയിട്ടുള്ളൂ. പല പാവയ്ക്ക് വെണ്ടയ്ക്കൊക്കെ വില കൂട്ടിയിട്ടു, വേറെ ഒന്നും ഇല്ല. ഏത്തക്കായ്ക്ക് എങ്ങനെയുണ്ട്? ഏത്തക്ക 60. നിലവിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഏതിനാണ്? പാവക്ക, ഏത്തക്കായ, ക്യാരറ്റിനും വില കൂടുതലാണ്. ഇല്ല, ഒരു 80 രൂപയായി. മാർക്കറ്റിനകത്തായത് കൊണ്ടാന്ന് തോന്നുന്നു അല്ലേ വില കുറവ്? അല്ലേ, ഹോൾസെയിലാണ്. ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. മറ്റുള്ള ഇടങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉള്ള വില കൂടുതലിനേക്കാൾ കുറച്ചൊരു വ്യത്യാസം. കുഴപ്പമില്ല, എല്ലാ സാധനങ്ങളും സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആളുകൾ വന്നാൽ മതി. ഇന്നലത്തെ ക്ഷീണം ഇന്ന് തീർക്കണം. ഇന്നലെ നല്ല മഴയായിരുന്നല്ലോ, ആ ക്ഷീണം ഇന്ന് തീർക്കണം. അതിനുള്ള പ്രതീക്ഷയിൽ ഞങ്ങളും കാത്തിരിക്കുന്നത്. ജനങ്ങൾ വന്നാൽ മതി, സാധനങ്ങളെല്ലാം ഓൾറെഡി. രാവിലെ മുതൽ കച്ചവടം കൂടുന്നുണ്ടോ? കുഴപ്പമില്ല, ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മഴ ഇങ്ങനെ ഇച്ചിരി അകന്ന് നിൽക്കണ്ടല്ലോ. ഇനിയിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ക്ഷീണമുള്ളൂ. മഴ പെയ്തില്ലെങ്കിൽ ആരും കുഴപ്പമില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ആൾക്കാർ വരും, സാധനങ്ങൾ മേടിക്കുന്ന ഒരു പ്രതീക്ഷ. മൊത്തത്തിലൊരു വില കൂടി എന്നുള്ള ഒരു സാഹചര്യം ഉണ്ട്? ഇല്ല, സാധാരണ ഇപ്പോൾ ഓണത്തിന് ഒരു കഴിഞ്ഞ ട്രിപ്പിനേക്കാൾ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ സാധാരണ വില കുറഞ്ഞേക്കാനാണ് ഇപ്പോൾ. കാരണം ഈ മഴ നിൽക്കുന്നതിൻ്റെ പേരിൽ ആൾക്കാർക്ക് വന്ന സാധനങ്ങൾ മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിലാണ് ഇച്ചിരി ഇടിച്ചേക്കണത്. അല്ല നമ്മളായിട്ട് കൂട്ടണല്ല, വരുന്ന തമിഴന്മാരാണ് ഈ സാധനം ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാക്കുക. അവർക്കറിയാം നമ്മളെ വിഷു, ഈസ്റ്റർ, പെരുന്നാൾ, ക്രിസ്മസ് ഇതൊക്കെ അവർക്കറിയാം. അതിനനുസരിച്ച് അവർ അവിടെ വില കൂട്ടും, അതിനനുസരിച്ച് ഇവിടെ വില കൂടുള്ളൂ. അല്ലാണ്ട് ഓവറായിട്ട് ഒന്നിനും വില കൂടിയിട്ടില്ല, ഒരു സാധനത്തിനും വില കൂടിയിട്ടില്ല. എല്ലാം സാധാരണ ജനങ്ങൾക്ക് മേടിക്കാൻ പാകത്തിലുള്ള എല്ലാ വിലയും ന്യായമായ വില എല്ലാം. വാഴക്കൊക്കെ എന്ത് വിലയുണ്ട്? ഏതൊക്കെ 60 രൂപയുള്ളൂ. ആ, സാധാരണ നോക്കണേ ചിലപ്പോൾ 50, 45 ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ സാധാരണ 60 രൂപയുള്ളൂ. ചെറുത് നിസ്സാരമായിട്ട് കൂടിയിട്ടുള്ളൂ, വലിയ വില കുറ്റമൊന്നുമില്ല. എല്ലാവർക്കും വന്ന് മേടിക്കാം, എല്ലാവർക്കും ഓണം ആഘോഷിക്കാം. ഭയങ്കരമായി വില കൂടി. മഴ സീസണായ ക്യാരറ്റിന് ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് അടിഞ്ഞു പോകും. ഇതിപ്പോൾ നല്ല ക്യാരറ്റ് കൊണ്ടുവന്നേക്കുന്നത് അതിന് വില ഇച്ചിരി റേറ്റ് ഉണ്ട്, സ്വല്പം വില ഓവറായിട്ടൊന്നുമില്ല. ഇനി ബാക്കിയുള്ള നമ്മളെ മുതലാളി പറഞ്ഞു തരും, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എല്ലാവർക്കും കച്ചവടം ആയി തന്നെ, സാധനങ്ങളൊക്കെ എല്ലാമായി. എല്ലാ തവണത്തെ ഓണത്തിനേക്കാളും അപേക്ഷിച്ച് സാധനങ്ങളൊക്കെ വില കുറവാണ്. ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിലയുള്ളൂ. ഇന്നലെ മഴ കാരണം കച്ചവടം കുറവായിരുന്നു. ഇന്ന് കച്ചവടം വരുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കണം. സാധനങ്ങളൊന്നും വലിയ വിലയൊന്നുമില്ല. മഴ ഒത്തിരി ബാധിച്ചിട്ടുണ്ട് കച്ചവടത്തെ. മഴ നല്ലോണം ബാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ഓണക്കച്ചവടം മഴ കൊണ്ടുപോയി, അതാണ് പറയാനുള്ളത്. ഇന്നാണ് ഒരു പ്രതീക്ഷ അല്ലേ, ഉത്രാടത്തിന് അന്ന് എല്ലാവരും ഇവിടെ വന്ന് വാങ്ങിക്കും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. അതെ, ഇന്ന് ഉച്ചക്ക് ഒരു ഉച്ചവരെ നല്ലൊരു കച്ചവടം പ്രതീക്ഷിക്കേണ്ടത്. കച്ചവടം വന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ മുന്നോട്ട്. എന്തായാലും അതാണ് സർ, ഇവിടെ കൊച്ചിയിലെ ബ്രോഡ്വേയിലെ മാർക്കറ്റിൽ, എറണാകുളം മാർക്കറ്റിലുള്ള ഒരു സാഹചര്യം അതാണ്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. അപ്പോൾ ചേട്ടാ, ഓണം എങ്ങനെയുണ്ട്? ഓണം വിലയൊക്കെ കൂടുതലാണ്, ഭയങ്കര റേറ്റ് കൂടുതലാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. കച്ചവടക്കാർ പറയുന്നത് വില കുറവെന്നാ. ആ വില കുറവെന്ന് പറയണ അവർ പറയണല്ലേ, അത് നമ്മുടെ മുമ്പിൽ അവർ വില കൂടുതലാണെന്നാണ് പറയുന്നത്. എല്ലാത്തിലും വില ഭയങ്കര കൂടുതലാണ്. പിന്നെ ഓണം എല്ലാവരും വാങ്ങിച്ചേ പറ്റൂ, അതുകൊണ്ട് അങ്ങനെ ആഘോഷിക്കണം, അത്രേ ഉള്ളൂ. എൻ്റെ ബോൾഗാട്ടിൽ നിന്ന് പറയും. ഇവിടെ തന്നെയാണ് എല്ലാ വർഷവും ഓണത്തിന്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, ഇവിടെ നിന്ന് മാർക്കറ്റിൽ. ചെറിയൊരു വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണല്ലോ മാർക്കറ്റിലോട്ട് വന്നത്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെയായി നമ്മളോടൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.